അപ്പോഴേ ഇന്ന് ഒരുങ്ങി കെട്ടി എവിടെ പോകുന്നതെന്നല്ലേ, ഇന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ക്രിസ്മസ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ റെഡൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഇട്ടിട്ട് പോവാണ്. മോനിന് റെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ഞാൻ മെറൂൺ ഷർട്ട് വെച്ച് ഒപ്പിച്ചു. അങ്ങനെ ഇതേ നമ്മളെ മൂത്ത സന്തതി ഇതേ എല്ലാം ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. പിന്നെ മോൾ ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ, മോൾ ഉമ്മാൻ്റെ കൂടെ നാട്ടിൽ പോയിക്കാണ്. അപ്പോൾ ഒരാഴ്ചയോളമായി പോയിട്ട്. അപ്പോൾ അതേ നമ്മൾ താഴെ എത്തി. എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങുന്നതിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ ഒരു 10-12ഓളം ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നല്ല രസമാണ്. എന്ത് പരിപാടി ആയാലും ഇവിടെ നല്ല രസമാണ് കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ എപ്പോഴും ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടാവാറില്ല, കാരണം ഇങ്ങനെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ വെക്കേഷൻ ആയിരിക്കില്ല, അപ്പോൾ എപ്പോഴും നാട്ടിലായിരിക്കും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കുട്ടികളുടെ മിഠായി പെറുക്കൽ. അപ്പോൾ മോനുവിനെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ മാന്യനാണ് കേട്ടോ, 2 മിഠായി മാത്രമേ പെറുക്കിയുള്ളൂ, കാരണം 2 കയ്യിലുള്ളൂ. അപ്പോൾ 2 മിഠായിയും പെറുക്കി അവൻ അതൊന്ന് കഴിഞ്ഞ് തിരിച്ച് പോന്നു. പിന്നെ കുട്ടികളുടെ കുറേ നല്ല കിഡിലും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അതുപോലെ മ്യൂസിക്കൽ ചെയറിന് പകരം ബലൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന പരിപാടി. പിന്നെ നമുക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഗെയിംസ്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം നമ്മൾ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു തിരക്കായിപ്പോയി. അത് കഴിഞ്ഞ് കോഫിയും കട്ട്ലേറ്റും കേക്കും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കിടിലം പരിപാടിയായിരുന്നു കേട്ടോ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഈ ബോട്ടിൽ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുള്ള ഗെയിമായിരുന്നു. ഇതിന് ഞാനാണ് കേട്ടോ വിന്നറായത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഓണർ ആൻറ്റിയും അങ്കിളും അതുപോലെ തന്നെ ഓണറിൻ്റെ മോളുമാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, നമ്മളെല്ലാവരും കഴിച്ചു. അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു കേക്ക്, നല്ലപോലെ തട്ടി. ഞാൻ ഡയറ്റിലായിരുന്നു കേട്ടോ, പക്ഷേ ഇന്ന് ഡയറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല തീറ്റയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ റൂമിലായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ 3 പേരുടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, കെട്ടിയും പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും ഞാൻ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നല്ല കിടിലൻ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് നല്ല ഹാപ്പിയായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബിരിയാണി ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് മക്കൾക്കൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ നമ്മൾ റൂമിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത എഡിറ്റ് കാണാം. ബൈ.